അപ്പോഴേക്കും അതെല്ലാം കഴിഞ്ഞതിന് ശേഷം സഡനായിട്ട് അവന്റെ ഫോണിൽ നിന്നൊരു നോട്ടിഫിക്കേഷൻ വരികയാണ്. മറ്റേ പോസ്റ്റ് ഇട്ടില്ലേ, സൂര്യപ്രകാശത്തിന്റെ പോസ്റ്റ്. അപ്പൊ തന്നെ ഫസ്റ്റ് പ്രപ്പോസൽ ആയിട്ടുള്ള ഫസ്റ്റ് ഓർഡർ വരികയാണ്. രണ്ടുപേരും അപ്പൊ തന്നെ ഞെട്ടുന്നു. അങ്ങനെ ആ പ്രപ്പോസലൊക്കെ അക്സെപ്റ്റ് ചെയ്തിട്ട് ജോലി ചെയ്യാമെന്ന് തീരുമാനിക്കുകയാണ്. പക്ഷെ അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഹീന പോയിട്ട് അവിടെ പ്രാർത്ഥിച്ച് ഈ മഴയെല്ലാം പോയപ്പറ്റി സൂര്യപ്രകാശം കൊണ്ടുവന്നാൽ അത് ചിലപ്പോൾ വലിയ പ്രശ്നത്തിലോട്ട് കൊണ്ടിടാം. സോ അതുകൊണ്ട് തന്നെ ഇവർക്ക് വേണ്ടി ഒരു പ്രോപ്പർട്ടി വേണം. പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ആശ്ചര്യമുള്ള ഒരു ലൈക്ക് എന്തെങ്കിലും ഡിവൈൻ ശക്തിയുള്ള ഒരു സാധനം വേണം. അപ്പോഴാണ് ഹൊഡോക്ക് ഒരു കുട കാണിക്കുന്നത്. ആ കുടയിൽ ഇങ്ങനെ ഒരുപാട് ടോയ്സ് എല്ലാം തൂക്കിയിട്ടിട്ടുണ്ട്. സോ ഈ കുട എന്ന് പറഞ്ഞൊരു പ്രത്യേകത ഉണ്ട്. ഈ കുട ഇങ്ങനെ വീട്ടിൽ കെട്ടിവെച്ചാൽ മഴ പോയിട്ട് വെയിൽ വരുമെന്ന് എല്ലാവരും വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു മിത്താണ്. സോ ഈ കുട ഒരു സീക്രട്ട് പ്രോപ്പർട്ടി ആയിട്ട് യൂസ് ചെയ്തിട്ട് വെയിൽ വരുന്നതായിട്ട് മറ്റുള്ളവരെ കവളിപ്പിക്കാമെന്ന് ഹൊഡോക്ക് പറയുകയാണ്. അപ്പോൾ ഹീനയ്ക്ക് അത്രയും കൺവിൻസിംഗ് ആയിട്ട് തോന്നിയില്ല. അപ്പോൾ ഹൊഡോക്ക് പറയണം, എനിക്കറിയാം നീ കൺവിൻസിംഗ് ആയില്ലെന്ന്, അതുകൊണ്ടാണ് എനിക്ക് വേറൊരു ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടാണ് നിന്റെ വീട്ടിൽ നിന്റെ അനിയൻ ഞാൻ ഈ ഒരു കോളേജിലാക്കി മാറ്റിയെന്ന് പറയുന്നത്. ഒരുമാതിരി കുട്ടിച്ചാത്തന്റെ കോളേജിലാക്കി വിടുകയാണ് അവളുടെ അനിയനെ. അപ്പോഴാണ് ഹൊഡോക്ക് പറയുന്നത് ഇനി വേറെ നാനിയല്ല, വെതർ നാനി എന്ന് പറയുകയാണ്. പക്ഷെ ഇവന്റെ അനിയൊന്നും ഇഷ്ടപ്പെടുന്നില്ല. എന്ന് പറഞ്ഞാൽ തലയൊക്കെ എടുത്ത് വടിച്ചുരിയുകയൊക്കെ ചെയ്യുകയാണ്. കാരണം നാനി എങ്ങനെയൊക്കെ സമാധാനപ്പെടുത്തിട്ട് എല്ലാവരും അങ്ങോട്ടേക്ക് പോവുകയാണ്. അങ്ങനെ ഹൊഡോക്ക് അവിടെ ചെന്നിട്ട് എന്തൊക്കെയോ മന്ത്രം പറയുന്നുണ്ട്. ഈ വെതർ നാനിയാണെങ്കിൽ ചുറ്റിക്കൊണ്ടേ ഇരിക്കുകയാണ്. അവിടെ നിന്ന് ദൂരെ നിന്ന് കാണുന്ന എല്ലാവരും കുട്ടികൾ എന്ത് ഭ്രാന്താ കളിക്കുന്നത് പറഞ്ഞ് ആഴച്ചൊല്ലി ചിരിച്ച് പറയുകയൊക്കെ ചെയ്യുകയാണ് അങ്ങോട്ടേക്കോട്ടും. ഈ സമയത്ത് ഹീന കണ്ണുകൂടി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ തന്നെ ഈ മഴ നിന്നിട്ട് വെയിൽ വരികയാണ്. കുറ്റം പറഞ്ഞ എല്ലാവരും അന്ത വിട്ട് വായുമ്പോളും നിൽക്കുകയാണ്. സോ അങ്ങനെ നിങ്ങൾ വേറെ ലെവലെന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാവരും ഇവർക്ക് കാശും പൈസയും കൊടുക്കുകയാണ്. സോ അങ്ങനെ ഐഡിയ വർക്കായെന്ന് പറഞ്ഞ് 3 പേരും ഭയങ്കര സന്തോഷമായിട്ട് എൻജോയ് ചെയ്യുകയാണ്. സോ അങ്ങനെ ഈ ഐഡിയ ഫോളോ ചെയ്തിട്ട് അവർ ദിവസവും നല്ല കാശൊക്കെ സമ്പാദിക്കുന്നുമുണ്ട്. അവരുടെ ചെലവിനുള്ള കാശെല്ലാം ആകുന്നുമുണ്ട്. പാർക്കെങ്കിലും വെയിലിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ അവളവിടെ പോയി പ്രാർത്ഥിക്കും, വെയിൽ വരും. സോ അങ്ങനെ ഒരു കുറെ പൈസ ഉണ്ടാക്കുകയാണ്. അവിടെ ഇനി എന്ത് വലിയ ഇവന്റ് നടന്നാലും ഇനി മഴയായിട്ട് ക്യാൻസൽ ആയി ഇവരാണ് ഫുള്ളായിട്ട് ഹെൽപ്പ് ആകുന്നത്. ഹെൽപ്പ് ചെയ്യുന്നത്. ടിവിയിലൊക്കെ ഇവരെ കുറിച്ചൊക്കെ ന്യൂസൊക്കെ വന്ന് ഭയങ്കര എൻജോയ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന അവരുടെ ലൈഫല്ല. സോ ഹൊഡോക്കയ്ക്ക് ലവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫീലിങ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ് അവളോടത്ത്. പറയണമെന്നും ഉണ്ടാവുന്നത്. അവൾ ചെയ്യുന്ന എല്ലാ കാര്യവും അവൾ ക്യൂട്ടായിട്ട് തോന്നിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ലവ് കൊണ്ട് കണ്ണ് നിറഞ്ഞാലേ അവർ എന്ത് ചെയ്താലും നമുക്ക് ക്യൂട്ടായിട്ട് തോന്നും. സോ അങ്ങനെ ഒരു ഫീലിങ്സ് ഹൊഡോക്കയ്ക്ക് ഹീനടുത്ത് തോന്നിയത്. സോ അങ്ങനെ അവൾ ബർത്ത്ഡേ വരാതായിട്ടുണ്ട്. സോ ബർത്ത്ഡേക്ക് അവ എവിടെ നിന്നൊക്കെയോ ഗിഫ്റ്റ് ഒക്കെ നോക്കി പല കടകളും കയറി ഇറങ്ങിയിട്ട് ഏതോ ഗിഫ്റ്റ് വാങ്ങിച്ചവൻ കയ്യിൽ വെച്ചിരിക്കണം കൊടുക്കാൻ വേണ്ടി. ഒരു ദിവസം റോഡിൽ ഇവർ 2 പേര് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ നടന്ന് പൊയ്ക്കൊണ്ടിരുന്നപ്പോ അവന്റെ പ്രപ്പോസൽ പറയാൻ വന്ന് അവൻ നടന്നു പോയപ്പോ പെട്ടെന്ന് അവളോടൊന്ന് മറിഞ്ഞു പോവുകയാണ്. ഹൊഡോക്ക് അപ്പൊ ഹീന എന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴാണ് ഹീന മേലിൽ പറന്നുകൊണ്ടിരിക്കുന്നത് കാണുന്നത്. പതുക്കെ അവൾ തറയോട്ട് ഇറങ്ങുകയാണ്. നിനക്ക് എന്ത് പറ്റും, നിനക്ക് ഇങ്ങനെ ഈ പവർ വന്നതെന്ന് അവൻ ചോദിച്ചപ്പോ എല്ലാ കാര്യവും അവള് തുറന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള സമയത്ത് മഴ പെയ്തുകൊണ്ടിരുന്നതും അവളങ്ങോട്ട് ചെന്നതും അവളെ പ്രാർത്ഥിച്ചതും ഇങ്ങനെ സംഭവിച്ചതും എല്ലാം പറയുകയാണ്. സോ ഇതെല്ലാം തുറന്ന് പറഞ്ഞതിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരികയാണ്. അപ്പോഴാണ് ആ സമയത്ത് ഒരു പോലീസ് വീട്ടിലോട്ട് വരുന്നത്. അപ്പൊ തന്നെ ഹീന ചോദിക്കുന്നത് എന്താ കാര്യം, എന്താ ഇവിടെ വന്നെന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് പയ്യന്റെ ഫോട്ടോ കാണിക്കുന്നത്. വേറെ ആരുമല്ല, നമ്മുടെ ഹൊഡോക്ക് തന്നെയാണ്. ഹൊഡോക്ക് ഈ ഗണ്ണ് വെച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. സോ അത് CCTV ക്യാമറയിൽ പതിഞ്ഞായിരുന്നു. സോ ഈ പയ്യനെ നിനക്ക് അറിയാമോ, എല്ലാവരും പറയുന്നത് നിന്റെ കൂടെ ഈ പയ്യൻ നിൽക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നതാണ് പറഞ്ഞത് എന്നൊരു ഇൻഫർമേഷൻ ആണ് ഈ പോലീസിന് കിട്ടിയത്. സോ അതുകൊണ്ടാണ് പെൺകുട്ടിയുടെ വീട്ടിലോട്ട് പോലീസ് തിരക്കി വന്നിരിക്കുന്നത്.